ദുസ്വപ്നം കണ്ടത്. ഓ, നിന്റെ സ്വപ്നം കാണുന്നത് കാരണം മനസ്സമാനം ഞാൻ വീട് വിട്ടു പോണ്ടി വരുമോ ശാരദേ? എനിക്ക് സമാധാനം വേണം. ഇനിയെങ്കിലും നിങ്ങൾ എന്നോടൊന്ന് പറ, ആ നസീറിന്റെ ബോഡി നിങ്ങൾ എന്താ ചെയ്തത്? എന്റെ പൊന്നു ഗോപാലട്ട, എനിക്ക് ഇനിയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടിട്ടാ. ഒന്ന് പറയേ, അത് നിങ്ങൾ എന്താ ചെയ്തെന്നുള്ള ചിന്ത എനിക്ക് എപ്പോഴും കണ്ണടച്ച എപ്പോഴും അവന്റെ ഞെട്ടിക്കുന്ന രൂപമാ. ഒന്ന് പറ ഗോപാലട്ട, എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും ഒന്ന് പറ. എവിടെ കൊണ്ടുപോയി കളഞ്ഞു അത്? ശാരദേ, നിന്റെ മനസ്സിന് ബലമില്ല. ഇതുപോലുള്ള വലിയ രഹസ്യങ്ങളൊന്നും നിന്റെ മനസ്സിലിരിക്കില്ല. അതുകൊണ്ട് മനഃപൂർവ്വം ഇതെല്ലാം നിന്നിൽ നിന്ന് മറച്ചു വെച്ചത്. ഇനിയിപ്പൊ ഇതെല്ലാം അറിഞ്ഞാലേ നിനക്ക് സമാധാനം കിട്ടുമെങ്കിൽ ഞാനത് പറയാം. പറ. അന്നേ ദിവസം വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നപ്പോ അനൂപിനെ അകത്ത് കയറി അവർ നോക്കുമെന്ന് ഭയന്ന് ഞാൻ നസീറിന്റെ... എന്താമേ, എന്താ നിലവിളിച്ചത്? എന്തെങ്കിലും സ്വപ്നം കണ്ടോ? അവളൊന്നും അറിയണ്ട. എന്താമേ, എന്താ പറ്റിയത്? അത് പിന്നെ ഓളെ, ഞാൻ... എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? പകല് മുഴുവൻ വീട്ടുമുറ്റത്തും വീട് നിറയെ പോലീസ്. രാത്രിയിലാണെങ്കിൽ പേടി കൊണ്ട് ആരും ഉറങ്ങുന്നുമില്ല. എന്താ ഈ പറയുന്ന നസീറിന് സംഭവിച്ചത്? പോലീസുകാരും ചോദിക്കുന്ന ഇത് തന്നെയല്ലേ? നസീർ ഇവിടെയാണ് അവസാനമായിട്ട് വന്നത്. പിന്നീട് ആരും അയാളെ കണ്ടിട്ടില്ലേ? നൂർജഹാനും ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. അമ്മയ്ക്ക് എന്തെങ്കിലും അറിയോ? അത് പിന്നെ ഓളെ, ഇതൊക്കെ നിന്റെ അമ്മയോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഈ നസീർ എന്ന് പറഞ്ഞവൻ വെറും കഞ്ചാവാ മോളെ. വീടിനും നാടിനും കൊള്ളാത്തവൻ. അവൻ കഞ്ചാവ് മൂത്ത് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിട്ടുണ്ടാവും. അതിനിപ്പോ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇനി അവൻ എവിടെയെങ്കിലും പോയി ചത്തിട്ടുണ്ടാവുമോ? ആർക്കറിയാം ഇതൊക്കെ? ആ നൂർജഹാന്റെ ഇങ്ങോട്ടുള്ള വരവുകൊണ്ടല്ലേ അന്വേഷണം മറ്റും ഇങ്ങോട്ടേക്കും വന്നത്. നമ്മുടെ കഷ്ടകാലം, അല്ലാതെ എന്തു പറയാനാ? ഇനി ഈ നസീറിനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടാവോ അച്ഛ? കൊലപാതകമാണെങ്കിൽ ഇത് അങ്ങനെയൊന്നും അവസാനിക്കേയില്ല. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും മോളെ. നമ്മളെന്തിനാ ഇതിന്റെ പേരിൽ ഉറക്കം കളയുന്നേ? ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മേ, അച്ഛാ. മോളെ, അമ്മേ, അച്ഛനും അമ്മയും കൂടെ പോയപ്പോഴെന്താ എന്നെ കൊണ്ടുപോകാത്തത്? ഞാൻ എത്ര സങ്കടപ്പെട്ടെന്നറിയോ? മോളെ, ഞങ്ങള് ട്രീറ്റ്മെന്റിനായിട്ട് പോയതല്ലേ. അതുമാത്രമല്ലല്ലോ, ഞങ്ങളുടെ ഒപ്പം വന്നിരുന്നെങ്കിൽ മോളുടെ പഠിത്തവും കുഴപ്പത്തിലാവുമായിരുന്നില്ലേ? ഇത് ഞങ്ങൾക്ക് കൊണ്ടുവന്നെയാണോ? പിന്നല്ലാതെ. ഹായ്. ഇത് സത്യക്കുട്ടിക്ക്. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ക്ഷമ കൊടുക്ക്. ദേ, 2 പേർക്കും ഉണ്ട്. 2 പേരും വീതിച്ചെടുത്തോണം. ഇതാ. ഹായ്. സത്യേ, കോൾ അടിച്ചല്ലോ രണ്ടാൾക്കും. വാമപ്പി, ഇത് നമുക്ക് അകത്ത് കൊണ്ടുവെക്കാം. പിന്നാരെ ശല്യൊന്നും ഉണ്ടായില്ലല്ലോ? ഏയ് ഇല്ല. അവർക്ക് മനസ്സിലായി കാണും ഇനി വന്ന അകത്താവുമെന്ന്. നിങ്ങളുടെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയൊക്കെ സുഖമായിരുന്നു കുഞ്ഞേച്ചി. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടായ പ്രശ്നം മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ള പ്രശ്നമായിട്ടുണ്ടായിട്ടുള്ളൂ. അതൊക്കെ അവിടെ സ്ഥിരതാമസമായി കഴിഞ്ഞാൽ മാറിക്കിട്ടും. അമ്മ ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്തായാലും അമ്മയെ ചെന്നിട്ടൊന്ന് കാണണം. പോണം. സത്യാമ്മ അച്ഛനെയൊക്കെ കണ്ടിട്ട് തന്നെ കുറച്ചു നാളായി. ഒന്ന് സംസാരിച്ച ചിലപ്പോ എല്ലാവർക്കും കൂടി ഒന്നിച്ച് താമസിക്കാൻ ഒരു കാരണമായേക്കും. എന്തായാലും സത്യാമ്മയ്ക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ട്.
നല്ലൊരു മാറ്റം. അതെല്ലാം കൊണ്ട് നല്ലതിനായിരിക്കുന്ന നമുക്കങ്ങ് പ്രാർത്ഥിക്കാം. ശരിയാ, അമ്മയ്ക്കെല്ലാം മാറ്റമുണ്ട്. ചായ ഓരോരോ കാര്യങ്ങൾ ഓർത്തും അതിന്റെ പേരിൽ സങ്കടപ്പെട്ടും ഭയപ്പെട്ടും ഓരോ ദിവസം തള്ളി നീക്കുന്നതല്ലാതെ ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ലല്ലോ ഗോപാലേട്ടാ. മക്കളുടെ കാര്യവും അങ്ങനെ തന്നെ. ഒന്ന് ശരിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായിരുന്നു? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചോണ്ടിരുന്ന അല്ലെങ്കിൽ തന്നെ എങ്ങനെ ഉറക്കം വരാനാ? എന്നെ കണ്ടില്ലേ, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇങ്ങനെ തന്നെ ഇരിക്കും. ആ, നിങ്ങളുടെ അത്ര മനക്കെട്ടിയൊന്നും എനിക്കില്ല. എനിക്കിപ്പോ വന്ന് കാക്കിയിട്ട് വരുന്നവരെ കണ്ടാ തന്നെ പേടിയാ. നിന്റെ പേടി കാണുമ്പോ ചങ്കലയ്ക്കുന്നത് എനിക്കാ. എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു പോയാ തകരുന്ന ഒരു കുടുംബ, അത് ഓർമ്മ വേണം. കണ്ണി കൊള്ളേണ്ടത് പുരികത്തുകൊണ്ട് പോകുന്നത് എന്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്നൊന്ന് മനസ്സിലാക്കണം. ഞാൻ വിളിക്കുന്ന എന്റെ ദൈവങ്ങളുടെ ശക്തി. അതുകൊണ്ട് എന്താ ഇപ്പൊ വീട്ടിലിങ്ങനെ ചായം കുടിച്ചിരിക്കാൻ പറ്റുന്നില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ കിടക്കേണ്ടി വന്നേനെ സെൻട്രൽ ജയിലിനകത്ത്. അയ്യോ, ഇനിയിപ്പോ ഇതാരാണോ ഓട്ടോയില്? നീ പേടിക്കൊന്നും വേണ്ട, എന്തായാലും പോലീസുകാരായിരിക്കില്ല.